ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC വിക്ടേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ബയോളജിയാണ്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം, ഏതാണ്? സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. അതിനകത്തെ പാർട്ട് 8 ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. സ്പൈനൽ കോഡ്, സുഷ്മിന നാഡിയെ കുറിച്ചാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രെയിനും ബ്രെയിൻ്റെ ഫംഗ്ഷൻസും പാർട്സും ഒക്കെ പഠിച്ചു. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 7 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പൈനൽ കോഡാണ്. അതിനു മുന്നായിട്ട് CSF കഴിഞ്ഞ ബ്രെയിനിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതായത് ബ്രെയിനിൻ്റെ കവർ ചെയ്തിരിക്കുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന 3 പാളിയുള്ള ഒരു ലെയർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന 3 ലെയേഴ്സ് ഓഫ് കോട്ടിംഗ് ഉണ്ട്, മെനിഞ്ചസ്. അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ്, ലിക്വിഡാണ് CSF എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതുപോലെ നമ്മളിപ്പോൾ സുഷ്മിന നാഡി, അതായത് സ്പൈനൽ കോഡ് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ, സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിൻ്റെ ഉള്ളിലും നമ്മൾ ഈ CSF എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കാണപ്പെടും. അപ്പോൾ അതേ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെയും CSF ചെയ്യുന്നത്. ഓക്കെ, ബ്രെയിനിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. സോ CSFൻ്റെ ഫങ്ഷൻ ഒന്ന് എന്ന് പറയുന്നത് പ്രൊവൈഡ് ന്യൂട്രീഷൻസ് ആൻഡ് ഓക്സിജൻസ്, പോഷകങ്ങളും അതുപോലെ എന്താണ് ഓക്സിജനും കൊടുക്കുക, അതായത് ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ ബ്രെയിനിൻ്റെ കോശങ്ങൾക്ക്, സെല്ലുകൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ സ്പൈനൽ കോഡിനകത്തും CSF ഉണ്ട്. അപ്പോൾ അവിടെയുള്ള കോശങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഫുഡ് കൊടുക്കണം. അതാണ് CSFൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിനെ സംബന്ധിച്ച് എന്താണ്? അതിനകത്ത് പ്രഷർ നിലനിർത്തുന്നത് ഈ പറയുന്ന CSF ആണ്. സെയിം ഫങ്ഷൻ തന്നെയാണ് സ്പൈനൽ കോഡിനകത്തും ഇത് ചെയ്യുന്നത്. മൂന്നാമത്, അതായത് ഷോക്ക് അബ്സറായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രോം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. ഇങ്ങനെ ഷോക്ക് അബ്സറായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പുറമേ നിന്നൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് ബ്രെയിനിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന CSF ഉള്ളത്. സ്പൈനൽ കോഡിൻ്റെ ഘടന നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ ഒരു ഫിഗറാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണാം. അപ്പോൾ അതിനെ കവർ ചെയ്തിട്ട് ത്രീ ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന CSF ഉണ്ട്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്തും ഈ പറയുന്ന CSF ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡും ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന CSF അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട മറ്റൊരു കാര്യമാണ് വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. എന്താണ് ഗ്രേ മാറ്ററും എന്താണ് വൈറ്റ് മാറ്ററും? അത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമുക്ക് എന്താണ് വൈറ്റ് ആൻഡ് ഗ്രേ മാറ്റർ നോക്കാം. ബ്രെയിനിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്രെയിനിൻ്റെ പുറമെ നമ്മൾ കാണുന്നത് ഗ്രേ കളറിലാണ്. ഉള്ളിൽ കാണപ്പെടുന്ന കുറച്ച് പോർഷൻസ് എന്താണ്? വൈറ്റ് കളറിലാണ്. ഇതിന് കാരണം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ സാറ്? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്രോസ് സെക്ഷൻ, ഇതിനെ ഒന്ന് വലുതാക്കിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേ കളറിൽ കാണുന്ന പോർഷൻസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ഒരു ന്യൂറോണിൻ്റെ സെൽ ബോഡിയാണ്, സോമ എന്ന് പറയും നമ്മൾ ടെക്നിക്കലായിട്ട്. സെൽ ബോഡിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സെൽ ബോഡികളുടെ കൂട്ടം എന്തായിരിക്കും? ഗ്രേ കളറായിരിക്കും. ആ ഗ്രേ കളറിന് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മൈലിൻ ഷീറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ആക്സോണിൻ്റെ മീതെയാണ് ഈ മൈലിൻ ഷീറ്റ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്ന് പറയുന്നത് വൈറ്റ് ആയതുകൊണ്ട് ആക്സോണിൻ്റെ ഒരു കൂട്ടത്തെ കാണപ്പെടുന്ന ആ മേഖലയിൽ ഇത് കണ്ട് വൈറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണപ്പെടും. അപ്പോൾ നമ്മളതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയും. ഓക്കെ, അതേസമയം ഇതേ ന്യൂറോണിൻ്റെ സെൽ ബോഡികൾ തമ്മിൽ ചേർന്ന ഒരു ഭാഗമുണ്ട്. ഇതൊക്കെ എന്താണ്? സെൽ ബോഡീസ് ആണ്. ആ ബോഡീസിന് എന്തില്ല? ഈ പറയുന്ന മൈലിൻ ഷീറ്റിൻ്റെ ഒരു ആവരണമില്ല, കോട്ടിംഗ് ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ ഗ്രേ കളറിൽ കാണപ്പെടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ കേസ് പറയുമ്പോൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. ഓക്കെ, അക്കാര്യം മറന്നു പോകരുത്. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്പൈനൽ കോഡിൽ വരുമ്പോൾ. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻസൈഡുമാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി സാറ് പറയാം. ഗ്രേ മാറ്റർ ഔട്ട്സൈഡ്, വൈറ്റ് മാറ്റർ ഇൻസൈഡ്. വൈറ്റ് മാറ്റർ വരാനുള്ള കാരണം മൈലിൻ ഷീത്താണ്. മൈലിൻ ഷീത്ത് എവിടെയാണ് ഉള്ളത്? മൈലിൻ ഷീത്ത് ഉള്ളത് നമ്മളിപ്പോൾ ഒരു ന്യൂറോൺ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ന്യൂറോണിൻ്റെ ആക്സോണിനെ ചുറ്റിയാണ് ഇങ്ങനെ മൈലിൻ ഷീത്ത് ഉള്ളത്. അങ്ങനെ കണ്ടോ, കുറേ ന്യൂറോണിൻ്റെ ആക്സോണുകൾ ഇങ്ങനെ പോകുന്നുണ്ടോ? അവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് എന്തുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം എന്തായിട്ട് കാണപ്പെടുന്നത്? വെള്ളയായിട്ട് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഒറിജിനൽ ബ്രെയിൻ എടുത്തിട്ട് നോക്കാം എങ്ങനെയാണ് അതിനകത്തിരിക്കണമെന്ന്. ഓക്കെ, ദിസ് ഈസ് വൈറ്റ് മാറ്റർ ആൻഡ് ദിസ് വൺ ഈസ് ഗ്രേ മാറ്റർ. ദിസ് ഈസ് ആൻ ഒറിജിനൽ ബ്രെയിൻ. ശരിക്കും ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം വൈറ്റ് മാറ്റർ അകത്തും ഗ്രേ മാറ്റർ എന്താണ്? പുറത്തുമാണ്. ഗ്രേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളറാണ്. കണ്ടോ, ഒരു റോസ് പോലത്തെ ഒരു കളറിനെയാണ് നമ്മളിവിടെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത്.
കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ദിസ് ഈസ് വൈറ്റ് മാറ്റർ ആൻഡ് ദിസ് ഈസ് ഗ്രേ മാറ്റർ. അപ്പോൾ എന്താണ് ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേ മാറ്റർ ഈസ് പെക്യുലിയർ ഫോർ കണ്ടെയ്നിങ് ദി ന്യൂറോൺ സെൽ ബോഡീസ്. ദ സയന്റിഫിക് നെയിം ഫോർ ദ ന്യൂറോൺ ബോഡി സോം. കണ്ടോ, ന്യൂറോണിന്റെ എന്താണ് സെൽ ബോഡീസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ന്യൂറോണിന്റെ എന്താണ് ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റുകളും സെൽ ബോഡീസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ബാക്കിയുള്ള പോർഷൻസ് ആക്സോണിന്റെ പോർഷൻസ് ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനെ പൊതിഞ്ഞ് എന്താണ് മൈലിൻ ഷീത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അത് എന്തായിട്ട് കാണപ്പെടുന്നത്, വൈറ്റ് മാറ്റർ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഗ്രേ മാറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂറോണിന്റെ എന്താണ് സെൽ ബോഡീസിന്റെ കൂട്ടമാണ് എന്ത് ഗ്രേ മാറ്റർ ആയിട്ട് കാണപ്പെടുന്നത്. അടുത്തത് വൈറ്റ് മാറ്റർ ആണ്. ഈ സ്പെസിഫിക് ഫോർ കണ്ടെയ്നിങ് മൈലിനേറ്റഡ് ആക്സോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൈലിനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺസ് അതിനകത്തുണ്ട്. ദി സ്ട്രക്ചേഴ്സ് ആർ ലോങ് റിലേസ്. കണ്ടോ, അത് എന്തുകൊണ്ടാണ് വൈറ്റ് ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ സെൽ ബോഡീസ് കുറച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആക്സോണിന്റെ നീളം വളരെ കൂടുതലാണ്. ക്ലിയർ ആണോ? ഓക്കെ. ദേ എക്സ്റ്റെൻഡഡ് ഔട്ട് ഫ്രം ദ ന്യൂറോൺ ബോഡീസ്. ന്യൂറോൺ ബോഡിയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. ആസ് ദിയർ കളർ ഇസ് വൈറ്റിഷ്, ദി സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ദ വൈറ്റ് മാറ്റർ. അതിങ്ങനെ വെളുത്ത് കാണപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണോ? ഗ്രേ മാറ്റർ എന്താണ്, വൈറ്റ് മാറ്റർ എന്താണെന്ന് മനസ്സിലായി. ഗ്രേ മാറ്റർ ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് വൈറ്റ് മാറ്റർ ഇൻസൈഡ് ദ ബ്രെയിൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ഇനി സ്പൈനൽ കോഡ് പഠിക്കുമ്പോഴും ഇത് പറയും. അപ്പോൾ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഒന്നും കൂടി നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് സ്പൈനൽ കോഡ്. സുഷ്മന നാഡി എന്ന് നമ്മൾ എന്താണ് മലയാളത്തിൽ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സ്പൈനൽ കോഡ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്രെയിനിന്റെ നമ്മൾ ബ്രെയിനിന്റെ പാർട്സ് പഠിച്ചപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വന്നു നിന്നത് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് വന്നു നിന്നത്. ആ മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മളൊന്ന് സൂം ചെയ്ത് ആ പോർഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രെയിൻ കാണാൻ പറ്റും. ആ ബ്രെയിനിന്റെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് എന്താണ്, മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. ദിസ് ഈസ് ദ മെഡുല ഒബ്ലാങ്കേറ്റ. ഈ യെല്ലോയിൽ സാർ കാണിച്ചിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ടാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ അറ്റം വരെ ഇല്ല. ഈ അറ്റം വരെ വരുന്നത് നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെയാണ്, കുട്ടികളായിരിക്കുന്ന സമയത്താണ് ഇത് അറ്റം വരെയുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ വലുതാവും തോറും ഈ പറയുന്ന സുഷ്മന നാഡി സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നില്ല, വലുതാവുന്നില്ല. അപ്പൊ നമ്മുടെ നിങ്ങളൊന്ന് ബാക്കിൽ നിങ്ങളുടെ പുറം ഭാഗത്ത് പിടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഒരു ബോണിന്റെ 33 ബോൺസ് ചേർന്നിട്ടുള്ള എന്താണ് ഒരു ബോണിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് എന്താണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ബോണിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട് ഇങ്ങനെ നമുക്കുണ്ടെങ്കിൽ. ഓക്കെ, ആ ഹോളിനകത്താണ് ഈ പറയുന്ന ആയിട്ടുള്ളത് സ്പൈനൽ കോഡ് ഉള്ളത്. സ്പൈനൽ കോഡും ഇതുപോലെ തന്നെ ന്യൂറോൺസും ഫൈബേഴ്സും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സ്പൈനൽ കോഡ് വിത്തിൻ ദ വെർട്ടിബ്രൽ കോളം. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ പറയില്ലേ നട്ടെല്ല്, ആ ഒരു ഒരു 33 എല്ല് ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ആ എല്ലിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, വെർട്ടിബ്രൽ കോളം എന്നാണ്. ഓക്കെ, സോ ദ സ്പൈനൽ കോഡ് ഓഫ് ന്യൂ ബോൺ ബേബി എക്സ്റ്റെൻഡഡ് അപ് ടു ദ ടിപ്പ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ അറ്റം വരെയാണ് നിങ്ങൾ എന്താണ് പുതിയതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഈ അറ്റം വരെ ഉണ്ടാവും. ഈ പറയുന്ന സ്പൈനൽ കോഡ് അറ്റം വരെ ഉണ്ടാവും. എന്നാൽ ബട്ട് ഇൻ അഡൾട്ട്സ്, അതായത് നിങ്ങളെ പോലുള്ള എന്താണ് അഡൾട്ടായിട്ട് മാറുമ്പോൾ, ശരിക്കും നമ്മൾ അഡൾട്ട് എന്ന് പറയുമ്പോൾ 18 വയസ്സ് 20 വയസ്സൊക്കെ ആവണം. ഓക്കെ, ബട്ട് ഇൻ അഡൾട്ട് ഇറ്റ് ഇസ് സീൻ ഓൺലി അപ് ടു ദ മിഡിൽ ഓഫ് ദ വെർട്ടിബ്രൽ കോളം. പക്ഷെ നമ്മൾ മുതിർന്നവരാകുമ്പോഴത്തേക്കും എന്താണ് ഈ പകുതി വരെയാണ് എന്തുള്ളൂ ഈ പറയുന്ന സുഷ്മന നാഡികൾ. പിന്നീട് അങ്ങോട്ട് അതിന്റെ ഒരു എന്താണ് ഫൈബേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കാം. ദിസ് ഈസ് ബിക്കോസ് ദ സ്പൈനൽ കോഡ് ഡസ് നോട്ട് ഗ്രോ ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഗ്രോത്ത് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം വളരുന്നതനുസരിച്ച്, അതായത് നമ്മുടെ നട്ടെല്ല് ഇങ്ങനെ വളർന്നു പോകുന്നുണ്ടല്ലോ, ഈ പറയുന്ന എല്ല്, ആ എല്ല് വളരുന്നതനുസരിച്ചിട്ട് ആര് വളരുന്നില്ല, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ആര് വളരുന്നില്ല, ഈ പറയുന്ന സ്പൈനൽ കോഡ് വളരുന്നില്ല. അതുകൊണ്ടാണ് സ്പൈനൽ കോഡ് ഇങ്ങനെ ഈ മിഡിൽ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. സോ നമ്മൾ ആ സ്പൈനൽ കോഡിന്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രൂപമായിരിക്കും. ഇനി നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഈ ഒരു രൂപത്തിനെ വെച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇവിടെ സാർ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ, ദിസ് ഈസ് ബാക്ക് സൈഡ് ആണ് നിങ്ങളുടെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫ്രണ്ട്. ആ ഒരു അർത്ഥത്തിലായിരിക്കണം നിങ്ങൾ ഇതിനെ സമീപിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ഭാഗങ്ങൾ, എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സാർ ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, ക്ലിയർ?
ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കളറിലാണ്, വൈറ്റ് കളറിലാണ്. ഇതെന്താണെന്ന് അറിയോ? നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോഴേ സാറ് പറഞ്ഞു ദിസ് ഈസ് വൈറ്റ് മാറ്റർ. എന്താണ് വൈറ്റ് മാറ്റർ? അതായത് ഒരു ന്യൂറോണിന്റെ ആക്സോണുകളുടെ കൂട്ടമാണ് അവിടെ കാണപ്പെടുക. അവിടെ സെൽ ബോഡി ഇല്ല. എന്നാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇവിടെ ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം. കണ്ടോ? ഗ്രേ മാറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ. സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ 2 ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വൈറ്റ് മാറ്റർ, ആ വൈറ്റ് നിറത്തിൽ കാണുന്നതൊക്കെ വൈറ്റ് മാറ്ററും, ഗ്രേ നിറത്തിൽ നിന്ന് കാണിക്കാനായിട്ട് സാർ ഒരു ഗ്രേ കളറിന് പകരം വേറൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 മാറ്റർ എങ്ങനെയാണ് എന്താണെന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ബ്രെയിനിനായിട്ട് സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്രെയിനിൽ നമ്മൾ കണ്ടത് ഗ്രേ മാറ്റർ പുറത്താണ്, എന്താണ് വൈറ്റ് മാറ്റർ എന്താണ് അകത്തുമാണ്. നേരെ തിരിച്ചാണ് ഈ പറയുന്ന സ്പൈനൽ കോഡിൽ. അപ്പോൾ സാർ സ്പൈനൽ കോഡിന്റെ കാര്യം പറയുന്നില്ല, മറിച്ച് ബ്രെയിനിന്റെ കാര്യം പറയണം. ഓക്കെ, ബ്രെയിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രേ മാറ്റർ ഈസ് ഔട്ട്സൈഡ്, വൈറ്റ് മാറ്റർ ഈസ് ഇൻസൈഡ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്? സ്പൈനൽ കോഡ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും പഠിച്ചിട്ട് തലതിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ബ്രെയിൻ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കും എന്തായാലും ഇതിനെ വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് പറയുകയാണ് ബ്രെയിനിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഓർത്തിരിക്കുക. ബ്രെയിൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കാരണം ബ്രെയിനിന്റെ പുറമേ നോക്കുമ്പോൾ ഗ്രേ കളറാണ്. അപ്പോൾ ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്പൈനൽ കോഡിൽ നിന്ന് പഠിച്ചു വെച്ചാൽ ഉടനെ നമുക്ക് കിട്ടും. എന്താണ്? ഗ്രേ മാറ്റർ അകത്തും വൈറ്റ് മാറ്റർ എന്താണ് പുറത്തുമാണ്. ഓക്കെ, നടുവിൽ നമ്മളൊരു ഹോള് കാണപ്പെടുന്നുണ്ട്. അതിന്റെ പോർഷന്റെ പേരാണ് സെൻട്രൽ കനാൽ. എന്താണ്? സെൻട്രൽ കനാൽ. ഈ സെൻട്രൽ കനാലിന്റെ ഉള്ളിലും നേരത്തെ നമ്മൾ പറഞ്ഞ CSF ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതെന്താണ് CSF, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി സാർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ ആൻഡ് സെൻട്രൽ കനാൽ. ക്ലിയർ ആണ്? ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറത്തേക്ക് പോയിരിക്കുന്ന നെർവ്സ് കാണും. ഇതാണ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി സാർ കാണിച്ചു തരാം. കണ്ടോ? അതായത് സ്പൈനൽ കോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന 2 നെർവ് എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. 2 നെർവ് അത് തമ്മിൽ വന്ന് ഇങ്ങനെ കൂടിച്ചേരുന്ന ഒരു ഭാഗം. ഇവിടെ നിന്ന് പുറത്തേക്ക് ആ നെർവ് ഒരുമിച്ച് പോവുകയാണ്. ഇതിന് നമ്മൾ സ്പൈനൽ നെർവ് എന്നാണ് പറയാം. ഓക്കെ, ഈ സ്പൈനൽ നെർവിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു നെർവിന്റെ അവിടെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണപ്പെടും. അത് നമ്മുടെ ഗാംഗ്ലിയോൺ എന്ന് പറയും. അതായത് കുറെ ന്യൂറോണുകളുടെ സെൽ ബോഡീസ് ഇവിടെയുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഗാംഗ്ലിയോൺസ് എന്നാണ് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഗാംഗ്ലിയോൺസ് ഉള്ള ഈ ഒരു വേ ഉണ്ടല്ലോ, ഈ ഒരു നെർവ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ ഡോർസൽ റൂട്ട് എന്ന് പറയും. എന്താണ്? ഡോർസൽ റൂട്ട്. അല്ലാതെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന ഈ റൂട്ട് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വെൻട്രൽ റൂട്ട് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ആണ്. ഈ ഇവിടെ കാണുന്നത് വെൻട്രൽ റൂട്ട്, ദിസ് ഈസ് വെൻട്രൽ റൂട്ട്, ആൻഡ് ബാക്ക് പോർഷനിൽ നിങ്ങൾ കാണുന്നത് ഡോർസൽ റൂട്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ ടച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് നമ്മുടെ ഈ പറയുന്ന സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഇതിലൂടെയാണ്. കേട്ടോ, ഇങ്ങനെ ഇത് സ്പൈനൽ കോഡിൽ എത്തുന്നു. ക്ലിയർ ആണോ? അങ്ങനെ സ്പൈനൽ കോഡിൽ എത്തുന്ന ആ ഒരു ഇൻഫർമേഷൻസ് ഇപ്പോൾ നമ്മുടെ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ വേറൊരു ന്യൂറോണിനെ അത് പാസ് ചെയ്തിട്ട് ഇവിടെ നിന്നും അത് നേരെ ബ്രെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്രെയിനിൽ നിന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം തിരിച്ച് ഇൻഫർമേഷൻസ് ബ്രെയിനിൽ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതെന്താണ്? ഈ പറയുന്ന പാത്തിലൂടെ തിരിച്ച് വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് നോൺ ആസ് മോട്ടോർ നെർവ്. ഈ പുറത്തേക്ക് വരുന്നതിന് മോട്ടോർ നെർവ് എന്നും ഈ അകത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്താണ്? സെൻസറി നെർവ് എന്ന് പറയും. എന്നാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് മിക്സഡ് നെർവാണ്. അവിടെ സെൻസറി നെർവും ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ നെർവ് ഉണ്ട്. ഒരിക്കൽ കൂടി സാർ പറയാം, എല്ലാ സെൻസുകളും നിങ്ങൾ കാണുന്ന കേൾക്കുന്ന അങ്ങനെയുള്ള എല്ലാ സെൻസുകളും എന്താണ്? ഈ പറയുന്ന സ്പൈനൽ നെർവിലൂടെ ഡോർസൽ റൂട്ടിലൂടെ എന്താണ് ഈ പറയുന്ന നമ്മുടെ സ്പൈനൽ കോഡിൽ എത്തുന്നു. ദെൻ റൈറ്റ് ഭാഗത്തുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ ശരീരത്തിന്റെ വലതുവശത്തുള്ള ഇൻഫർമേഷൻസ് ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോവുക. അവിടെ അത് പ്രോസസ് ചെയ്തതിനു ശേഷം തിരിച്ച് എന്താണ് ഈ പറയുന്ന ഇതേ സ്പൈനൽ കോഡിൽ എത്തുകയും സ്പൈനൽ കോഡിലൂടെ അത് മോട്ടോർ നെർവിലൂടെ, അതായത് വെൻട്രൽ റൂട്ടിലൂടെ അതെന്താണ് പുറത്തേക്ക് വീണ്ടും സ്പൈനൽ നെർവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്പൈനൽ കോഡിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി നോക്കാം.
ഒന്ന് സെൻട്രൽ കനാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഡോർസൽ റൂട്ട് കണ്ടു കഴിഞ്ഞു, വെൻട്രൽ റൂട്ടും കണ്ടു കഴിഞ്ഞു, വൈറ്റ് മാറ്ററും കണ്ടു, പിന്നെ അതാണ് ഗ്രേ മാറ്ററും കണ്ടു. ഒരിക്കൽ കൂടി സാർ പറയാം. അതായത് ഇപ്പോൾ എന്താ പറയുക, ടച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിമുലി നിങ്ങളുടെ ശരീരത്തിലുണ്ടായാൽ ആ ഉണ്ടാവുന്ന ഭാഗം ഏതാണെന്ന് നോക്കുക. സപ്പോസ് ഇത് റൈറ്റ് സൈഡ് ആണെങ്കിൽ ആ റൈറ്റ് സൈഡിലൂടെ ആ ഇൻഫർമേഷൻസ് എന്താണ് ആദ്യം ഗാംഗ്ലിയോണിലെത്തും. അപ്പോൾ അവിടെ നിന്ന് ന്യൂറോൺസ് വളരെ പെട്ടെന്ന് അതിനെ എന്താണ് ഇപ്പുറത്ത് ഈ പറയുന്ന സ്പൈനൽ കോഡിൽ എത്തിക്കും. സ്പൈനൽ കോഡിൽ നിന്നും അത് ഇവിടെ വേറൊരു ന്യൂറോൺ ഉണ്ട്, ആ ന്യൂറോൺ വഴി ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് നേരെ ബ്രെയിനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ബ്രെയിനിൽ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ബ്രെയിനിലൂടെ വേറെ റൂട്ടൊക്കെ ഉണ്ട്, അത് ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഇവിടെ തിരിച്ചെത്തുകയും അതുപോലെ തന്നെ ഇവിടെ എന്താണ് മോട്ടോർ ന്യൂറോണാണ് ഈ പറയുന്ന വെൻട്രൽ റൂട്ടിലുള്ളത്. മോട്ടോർ ന്യൂറോണിലൂടെ അത് തിരിച്ച് വീണ്ടും സ്പൈനൽ നെർവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈനൽ നെർവ് എന്ന് പറയുമ്പോൾ അവിടെ സെൻസറി നെർവ് ഉണ്ട്, അതുപോലെ തന്നെ മോട്ടോർ നെർവ് ഉണ്ട്. കണ്ടോ? അപ്പോൾ രണ്ടും കൂടി ചേർന്നുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, സ്പൈനൽ നെർവൊക്കെ എന്താണ് ഒരു മിക്സ്ഡ് നെർവാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഏകദേശം എത്ര എണ്ണമാണ്? ഏകദേശം അല്ല 31 ജോഡി, ഒരെണ്ണം ലെഫ്റ്റിലേക്കും ഒരെണ്ണം റൈറ്റിലേക്കും, അങ്ങനെ 1 പെയർ, അതുപോലെ 31 പെയർ ആണ് സ്പൈനൽ നെർവ് നമുക്ക് ഉള്ളത്. ഓക്കെ, ക്ലിയർ? സ്പൈനൽ കോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ദ സ്പൈനൽ കോഡ് ഈസ് എ ബണ്ടിൽ ഓഫ് നെർവ് സെൽസ് ആൻഡ് ഫൈബേഴ്സ് wrapped together extending down from the brain stem to the lower back. അതായത് ബ്രെയിൻ സ്റ്റെം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ പോൺസും അതുപോലെ തന്നെ മെഡില ഒബ്ലാങ്കേറ്റ ഒക്കെ അടങ്ങിയിട്ടുള്ള എന്താണ് മിഡ് ബ്രെയിനും ചേർന്നിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിന്റെ എന്താണ് കണ്ടിന്യൂഷൻ പോർഷൻ ആയിട്ടാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് വരുന്നത്. അതിനകത്ത് നെർവ് സെൽസും ഫൈബേഴ്സും ചേർന്നാണ് സ്പൈനൽ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. The cord is protected by a kind of bone tunnel made up of vertebrae which are separated by a membrane called discus. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പിക്ചർ കാണിക്കാൻ അത് സാർ കാണിച്ചത് എന്താണ് പറഞ്ഞത്. The brain sends electric signals through the spinal cord. സ്പൈനൽ കോഡിലൂടെ ഇലക്ട്രിക് സിഗ്നൽ എന്താണ് ബ്രെയിൻ അയക്കുന്നു, giving instructions to the legs, arms and other areas of the body. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കുന്നത് ഈ സ്പൈനൽ കോഡിലൂടെ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പിക്ചർ. ഇതാണ് നമ്മുടെ എന്താണ് വെർട്ടിബ്രൽ ബോഡി എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ഡിസ്ക് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുമ്പോൾ ഒറ്റ ലൈനെ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് പറയുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡില ഒബ്ലാങ്കേറ്റ. മെഡില ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ്. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, മെഡില ഒബ്ലാങ്കേറ്റ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സ്പൈനൽ കോഡ്. അപ്പോൾ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിന്റെ അകത്താണ് അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്, അത് പഠിക്കണം. ഇനി അത് കവേർഡ് ബൈ മെനിഞ്ചസ്. മെനിഞ്ചസ് ഉപയോഗിച്ചിട്ട് അത് എന്താണ് കവേർഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? CSF ഉണ്ട്. ഓക്കെ, വൈറ്റ് മാറ്റർ ഇസ് സീൻ ഔട്ട്സൈഡ്. വൈറ്റ് മാറ്റർ പുറത്താണ്. ആൻഡ് ഗ്രേ മാറ്റർ സീൻ ഇൻസൈഡ്. ഗ്രേ മാറ്റർ എവിടെയാണ്? അകത്തുമാണ്. ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എന്തുണ്ട്? CSF ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഹൗ ഈസ് ദ സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ്? സ്പൈനൽ കോഡ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ബോൺസ്, ഡിസ്ക്, ലിഗമെന്റ്സ് ആൻഡ് മസിൽസ്. നമ്മൾ നേരത്തെ കണ്ടതാണത് അല്ലേ? ഡിസ്കും ലിഗമെന്റ്സും മസിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, ബോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. സ്പൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് 33 ബോൺസ് കോൾഡ് വെർട്ടിബ്രേ. ആ ബോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിബ്രേ. വെർട്ടിബ്രൽ കോളം എന്ന് പറയും. അത് 31 ബോൺ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ദ സ്പൈനൽ കോഡ് പാസസ് ത്രൂ എ ഹോൾ ഇൻ ദ സെന്റർ കോൾഡ് ദ സ്പൈനൽ കനാൽ ഓഫ് ദ ഈച്ച് വെർട്ടിബ്രേ. അപ്പോൾ നമ്മൾ ഓരോ ബോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ സാധനങ്ങൾ പോയി കാണുന്നുണ്ടോ? നേരത്തെ സാറ് കാണിച്ചു കഴിഞ്ഞാൽ പിക്ചറിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വളഞ്ഞ് ഓരോ എന്താണ് വെർട്ടിബ്രേ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിലേക്കാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് നമ്മൾ എന്താണ് ഇറക്കി വെച്ചിരിക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. Between the vertebrae there are discs that act as cushions or shock absorbers for the spine. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഡിസ്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളയാനും ചുരിയാനും എഴുന്നേക്കാനൊക്കെ പറ്റുമ്പോൾ നമുക്ക് ഈ പറയുന്ന സ്പൈനൽ കോഡിനൊന്നും വരാതെ ഒരു ഷോക്ക് അബ്സോർബർ പോലെ നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ളത് പോലെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ligaments and muscles help keep the vertebrae in the right position. ആ വെർട്ടിബ്രേനെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ലിഗമെന്റ്സും മസിൽസും ഒക്കെ ഉള്ളത്. CSF in between the protective 3 layers of spinal cord called meninges is also protect spinal cord from injuries. സ്പൈനൽ കോഡിനെ ഇഞ്ചുറീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CSF എന്ന് പറയുന്ന ലിക്വിഡ് ഈ പറയുന്ന ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയേഴ്സിന്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ദ സെൻട്രൽ കനാൽ സീൻ ഇൻ ദ സെന്റർ ഓഫ് സ്പൈനൽ കോഡ് ആൾസോ കണ്ടെയ്ൻ CSF. ഈ സ്പൈനൽ കോഡിന്റെ അത് നമ്മൾ നേരത്തെ കണ്ടു ഒരു ചെറിയൊരു പോർഷൻസ് സെൻട്രൽ കനാൽ ഓർക്കുന്നുണ്ടോ?
അതായത് സ്പൈനൽ കോഡ് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ ഇങ്ങനൊരു ഹോൾ കാണാം. അതിനകത്തും എന്തുണ്ട്, ഈ പറയുന്ന CSF ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സ്പൈനൽ നെർവാണ്. സ്പൈനൽ നെർവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ളതാണ്. സ്പൈനൽ കോഡ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ദ നെർവ്സ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ സ്പൈനലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെർവ്സ് ഉണ്ടല്ലോ, ഈ നെർവ്സിനെയാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളത്, PNS. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ബ്രെയിനും പഠിച്ചു, അതുപോലെ തന്നെ സ്പൈനൽ കോഡും പഠിച്ചു. അപ്പോൾ നമ്മുടെ ബോഡിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാനായിട്ട്, ബോഡിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ലിങ്ക് ആയിട്ടാണ് ആര് നിൽക്കുന്നത്, ഈ പറയുന്ന സ്പൈനൽ കോഡ് നിൽക്കുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ സ്പൈനൽ കോഡിലൂടെ എത്തും, ബ്രെയിനിലെത്തും, തിരിച്ച് ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻ സ്പൈനൽ കോഡിൽ എന്താണ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എന്താണ് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം. So there are nerves that branches of the spinal cord. They are called spinal nerves. 31 pairs. 31 പേർ സ്പൈനൽ നെർവ്സ് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരണം, ഇപ്പോൾ ഇപ്പുറത്തേക്ക് വരണം, അങ്ങനെ 31 പേരാണ് ഈ പറയുന്ന സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ക്ലിയർ ആണോ? അതെല്ലാം മിക്സഡ് നെർവാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം, അതിലൂടെ തന്നെ സെൻസറി ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് പോകും, സ്പൈനൽ കോഡിലൂടെ തിരിച്ച് ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻസും അതിലൂടെ തന്നെ തിരിച്ചു പോരും. അപ്പോൾ ഒരു സ്ഥലത്തേക്കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് പറയും, അതിനെ മിക്സഡ് നെർവ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ. സോ എ ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട് ജോയിൻ ടു ഫോം എ സ്പൈനൽ നെർവ്. അപ്പോൾ സ്പൈനൽ നെർവ് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, നമ്മുടെ ഈ പറയുന്ന സ്പൈനൽ കോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന വെൻട്രൽ റൂട്ട്. അപ്പോൾ ഒരു വെൻട്രൽ റൂട്ടും അതിൻ്റെ ബാക്ക് പോർഷനിലുള്ള എന്താണ് ഒരു ഡോർസൽ റൂട്ട്, രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന സ്പൈനൽ നെർവ് ഉണ്ടാവുന്നത്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഹൗ ഡസ് സ്പൈനൽ കോഡ് വർക്ക്. എങ്ങനെയാണ് സ്പൈനൽ കോഡ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. മെസ്സേജസ് ട്രാവൽസ് ഫ്രം ദ ബ്രെയിൻ ഡൗൺ ദ സ്പൈനൽ കോഡ്. അതായത് ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജസ് എന്താണ് സ്പൈനൽ കോഡിലൂടെ താഴേക്ക് വരുന്നു. മെസ്സേജസ് ആൾസോ ആർ ക്യാരിഡ് അപ്പ് ദ സ്പൈനൽ കോഡ് ടു ദ ബ്രെയിൻ സോ എ പേഴ്സൺ ക്യാൻ ഫീൽ സെൻസേഷൻസ്. ഇതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്പൈനൽ കോഡിലൂടെ മെസ്സേജ് എന്താണ് ബ്രെയിനിലേക്കും പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ഡോർസൽ റൂട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഡോർസൽ റൂട്ടിലൂടെയാണ് സെൻസറി ഇൻഫർമേഷൻസ് എവിടെയാണ് ഈ പറയുന്ന സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോർസൽ റൂട്ടിലൂടെ നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടോ, ഈ പറയുന്ന എന്താണ് സെൻസറി ഇൻഫർമേഷൻസ് സ്പൈനൽ കോഡിൽ എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നും ഇതുപോലെ എന്താണ് വേറൊരു ന്യൂറോണിലൂടെ ബ്രെയിനിലെത്തുന്നു. മോട്ടോർ ഇമ്പൾസസ് ആർ ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ് ത്രൂ വെൻട്രൽ റൂട്ട്. അപ്പോൾ ബ്രെയിനിൽ ചെന്നിട്ട് അത് തിരിച്ച് റിട്ടേൺ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്, അതിലൂടെ തിരിച്ച് അത് വീണ്ടും എന്താണോ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് അത് ഈ പറയുന്ന വെൻട്രൽ റൂട്ടിലൂടെ സെയിം സ്പൈനൽ നെർവിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന സ്പൈനൽ നെർവ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സാർ ഒന്നുകൂടി പറയാം. നമ്മൾ രണ്ട് റൂട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് അകത്തേക്ക് പോകാനും ഒന്ന് പുറത്തേക്ക് വരാനും. അകത്തേക്ക് പോകുന്ന റൂട്ടാണ് ഡോർസൽ റൂട്ട്. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സിഗ്നൽ ഇവിടെ ഗാംഗ്ലിയോണിലെത്തി അവിടെ നിന്നും അകത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവിടെ നിന്നും എന്താണ് വേറൊരു നെർവ് വഴി ന്യൂറോൺ വഴി നേരെ ബ്രെയിനിൽ പോകുന്നു, അവിടെ പ്രോസസ്സ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് പുറത്തേക്ക് വരുന്ന റൂട്ടാണ് വെൻട്രൽ റൂട്ട്. അത് ഏത് മസിൽ ഭാഗത്തേക്കാണ് പോകുന്നത് അത് തിരിച്ച് ആ ഭാഗത്തേക്ക് പോകും. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ നടക്കുന്നു. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടു ഈ രണ്ട് നെർവ് ഒരുമിച്ച് ഇതിലൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിക്കും, മിക്സ്ഡ് നെർവ് എന്നാണ് വിളിക്കുക. അപ്പോൾ സ്പൈനൽ നെർവ് സാർ എന്താണ് മിക്സ്ഡ് നെർവ് ആണെന്ന് മനസ്സിലാക്കാം. ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡിന്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോവുകയാണ്. ഫങ്ഷൻ എന്താണെന്ന്. To relay messages from the brain to different parts of the body, usually a muscle, in order to perform an action. To relay messages from the brain. ബ്രെയിനിൽ നിന്നും ഈ പറയുന്ന മെസ്സേജുകൾ എവിടെ എത്തിക്കുക, നമ്മുടെ വിവിധ മസിൽസിൽ എത്തിക്കുക. അതാണ് ഒരു ഫംഗ്ഷൻ. അപ്പോൾ റിലേ സ്റ്റേഷനാണ്. ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് അത് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്ററാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് തിരിച്ച് അതേപോലെ തന്നെ ടു പാസ് എലോങ് മെസ്സേജസ് ഫ്രം സെൻസറി റെസെപ്റ്റേഴ്സ് ഫൗണ്ട് ഓൾ ഓവർ ദ ബോഡി ടു ദ ബ്രെയിൻ. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെൻസറി റെസെപ്റ്റേഴ്സ് എന്താണ് ഈ പറയുന്ന മുകളിലേക്ക് ബ്രെയിനിലേക്ക് എത്തിക്കുക. ഓക്കെ. കോർഡിനേറ്റ് റിപ്പീറ്റഡ് മൂവ്മെന്റ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള റിപ്പീറ്റഡ് മൂവ്മെന്റും കൂടി ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ഫംഗ്ഷൻസ് പറയും. 4ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ കോർഡിനേറ്റ് റിഫ്ലക്സസ്. വളരെ പെട്ടെന്നുള്ള ആക്ഷൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുള്ളിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ
പെട്ടെന്ന് കാൽ പിൻവലിക്കുക. അവിടെ ബ്രെയിൻ ഉൾപ്പെടുന്നില്ല. സോ ഓക്കെ, ക്വിക്ക് റെസ്പോൺസ് ടു ഔട്ട്സൈഡ് സ്റ്റിമുലി ദാറ്റ് ഡോണ്ട് ഗോ ത്രൂ ദ ബ്രെയിൻ. കണ്ടോ, ദാറ്റ് ഡോണ്ട് ഗോ ത്രൂ ദി ബ്രെയിൻ ആൻഡ് ആർ മാനേജ്ഡ് ബൈ ദി സ്പൈനൽ കോഡിലാണ്. ഒറ്റയ്ക്കാണ് പാവം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കൂടി ആർക്കുണ്ട്? ഈ പറയുന്ന സ്പൈനൽ കോഡിനുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് കോർഡിനേറ്റ് റിഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ സാർ നിങ്ങളെ പഠിപ്പിക്കും എന്താണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ, റിഫ്ലക്സ് ആർക്ക്, അങ്ങനെയുള്ള കാര്യം ഡീറ്റെയിൽസ്. ഈ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്സ് ആക്ഷനെ കുറിച്ച് പഠിക്കുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ സ്പൈനൽ കോഡ് എലോൺ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്പൈനൽ കോഡ് ഒറ്റയ്ക്കാണ് ഈ പറയുന്ന റിഫ്ലക്സ് ആക്ഷൻ ഇട്ട് അത് സോൾവ് ചെയ്യുന്നത്. കാരണം വളരെ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ബോഡീനെ സംരക്ഷിക്കണമെങ്കിൽ ബ്രെയിനിൽ പോയി വരാനൊന്നും സമയമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്പൈനൽ കോഡ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോട്ട് ചെയ്യേണ്ടത്. നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഒന്ന്, എന്താണ് ഹൗ ഇസ് ദ സ്പൈനൽ കോഡ് എങ്ങനെയാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? വെർട്ടിബിൾ കോളം കണ്ടു നിങ്ങളിവിടെ, ഇതിനകത്താണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലേയേഴ്സ് ഉണ്ട്. അതിനകത്ത് സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് ഈ പറയുന്ന സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്, ഫോർമേഷൻ ഓഫ് സ്പൈനൽ നെർവ്. സ്പൈനൽ നെർവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നാണ് ഈ പറയുന്ന സ്പൈനൽ നെർവ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹൗ ഡസ് സ്പൈനൽ കോഡ് വർക്ക്? എങ്ങനെയാണ് സ്പൈനൽ കോഡ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ സെൻസറി ഇൻഫർമേഷൻസ് ഡോർസൽ റൂട്ടിലൂടെ സ്പൈനൽ കോഡിൽ നിന്ന് നേരെ ബ്രെയിനിൽ പോകുന്നു. ബ്രെയിനിൽ തിരിച്ചത് എന്താണ് മോട്ടോർ നെർവായിട്ട്, അതായത് വെൻട്രൽ റൂട്ടിലൂടെ തിരിച്ച് പുറത്തേക്ക് പോകുന്നു. 4 നമ്മൾ പഠിച്ചത് ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഓരോന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ്, ഹൗ ഇസ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ്? എങ്ങനെയാണ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ്? ബൈ ബോൺസ്, ഡിസ്ക്, ലിഗമെന്റ്സ് ആൻഡ് മസിൽസ്. ഇറ്റ്സ് മേഡ് ഓഫ് 33 bones called vertebrae. Passes through hole in the center called spinal canal. Okay, between the vertebrae there are discs that acts as cushions or shock absorb for the spine. Ligaments and muscles help keep the vertebrae in the right position. CSF in the protective 3 layers of spinal cord called meninges is also protect spinal cord from injuries. The central canal seen in the center of spinal cord is also contain CSF. ഇതാണ് ഹൗ ഇസ് ദ സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റുകളൊക്കെ എഴുതാം. ഓക്കെ, ഈ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സ്പൈനൽ നെർവ് ആയിരുന്നു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? സ്പൈനൽ കോഡ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ദ നെർവ്സ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. There are nerves that branches of spinal cord. They are called spinal nerve 31 pairs. A dorsal root and a ventral root join to form a spinal nerve. Okay. Then മൂന്നാമത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൗ ഡസ് സ്പൈനൽ കോഡ് വർക്ക്? എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെസ്സേജസ് ട്രാവൽസ് ഫ്രം ദ ബ്രെയിൻ ഡൗൺ സ്പൈനൽ കോഡിലൂടെ തിരിച്ച് താഴേക്ക് വരുന്നു. മെസ്സേജസ് ആൾ ക്യാരിഡ് അപ്പ് ദ സ്പൈനൽ കോഡ് ടു ദ ബ്രെയിൻ സോ എ പേഴ്സൺ ക്യാൻ ഫീൽ സെൻസേഷൻസ്. മുകളിലേക്കും ഇതുപോലെ പോകുന്നു. Then sensory impulses reach the spinal cord through dorsal root. Sensory informations dorsal rootലൂടെയാണ് പോകുന്നത്. Motor impulses are go out of the spinal cord through ventral root. തിരിച്ച് ventral rootലൂടെയാണ് പുറത്തേക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. 4 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ടു റിലേ മെസ്സേജസ് ഫ്രം ബ്രെയിൻ ടു ഡിഫറെന്റ് പാർട്സ്. ബ്രെയിനിൽ നിന്നും ഡിഫറെന്റ് പാർട്സിലേക്ക് മെസ്സേജുകൾ അയക്കുക. ടു പാസ് അലോങ് മെസ്സേജ് ഫ്രം സെൻസറി റിസെപ്റ്റേഴ്സ് ഫൗണ്ട് ഓൾ ഓവർ ദ ബോഡി ടു ദ ബ്രെയിൻ. ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്ക് അയക്കുക. കോർഡിനേറ്റ് റിപ്പീറ്റഡ് മൂവ്മെന്റ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ എന്താണ് റിപ്പീറ്റായി ചെയ്യുന്ന നമ്മുടെ മോഷൻസിന് എന്താണ് കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുക. ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ് റിഫ്ലക്സസ് ആണ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒറ്റയ്ക്ക് എന്താണ് കൈകാര്യം ചെയ്യുന്നതാണ്. ദ കോർഡിനേറ്റ് റിഫ്ലക്സസ് ക്വിക്ക് റെസ്പോൺസ് ടു ഔട്ട്സൈഡ് സ്റ്റിമുലി. അതായത് നമ്മളിപ്പോൾ ഒരു ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ മുള്ളുമ്മ കാലും കൊണ്ട് അറിയാതെ നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ പെട്ടെന്ന് കാലൊക്കെ പിൻവലിക്കുന്നത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് ഒരു പൂച്ചവട്ടം ചാടിയാൽ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്നത്, ഇതൊക്കെ റിഫ്ലക്സ് ആക്ഷൻസ് ആണ്. ദീസ് ആർ മാനേജ്ഡ് ബൈ ദ സ്പൈനൽ കോഡ് എലോൺ. സ്പൈനൽ കോഡ് ഒറ്റയ്ക്കാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്. എന്നാൽ സ്പൈനൽ കോഡിന്റെ സഹായമില്ലാതെ, സ്പൈനൽ കോഡിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് മാനേജ് ചെയ്യുന്ന റിഫ്ലക്സുകളുണ്ട്. സെറിബ്രൽ റിഫ്ലക്സ് നമ്മൾ പറയും. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ റിഫ്ലക്സ് എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ക്ലിയർ ആണോ? So coordinated reflexes managed by the spinal cord alone. These are the main functions of spinal cord. അപ്പോൾ ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കണ്ടോ, ഈ ഒരു 4 പോയിന്റ് ബേസ് ചെയ്ത് വേണം സ്പൈനൽ കോഡ് നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് ആക്ഷൻസ് ആണ്. ഇതുപോലെ പെട്ടെന്ന് ഒരു ഈച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് വരുമ്പോൾ മുഖം മാറുന്നതും അതുപോലെ തന്നെ ഒരു മുള്ളിൽ കാല് ചവിട്ടിയ കാല് പിൻവലിക്കുന്നതൊക്കെ റിഫ്ലക്സ് ആക്ഷൻസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 9 നമ്മൾ പഠിക്കും. താങ്ക് യു. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 9. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ പാർട്ടുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് ലൈവ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.